നമസ്കാരം കൂട്ടുകാരെ, സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻസിനെ കുറിച്ച്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച്, അതുപോലെ ജോർജൻസൺ മോഡൽ, നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട തിയറീസ് ആണ്, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട രണ്ട് തിയറീസ്. ഒന്ന് കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്. കെയ്നീഷ്യൻ തിയറി ഓഫ് ആരുടേതാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ജെയിം കെയ്ൻസിൻ്റെയാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ കണ്ടന്റ്? അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ കമ്പയറിംഗ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു കെയ്ൻസ്, അപ്പോൾ ഇതിന് ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ചില കമ്പോണൻസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പഠിച്ച സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ജനറലായിട്ട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ കെയ്നീഷ്യൻ തിയറിയിലും പറയുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ കമ്പയറിംഗ്. ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? ബൈ കമ്പയറിംഗ്. എന്തിനെ കമ്പയർ ചെയ്യും? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഒന്ന് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെയും ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന എന്തിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ്? ഒന്ന് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെയും മറ്റൊന്ന് ഇൻട്രസ്റ്റ് റേറ്റിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തുന്നതെന്നാണ് ആര് പറയുന്നത്? ജെയിം കെയ്ൻസ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലേ, നമ്മൾ പറഞ്ഞു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അധികമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, അധികമായിട്ടൊരു ക്യാപിറ്റൽ ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. എത്രയായിരിക്കും അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെ പറയുന്ന പേരാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, MEC എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കി, ഇഫ് MEC is greater than the rate of interest, investment decisions is taken place. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇഫ് MEC is greater than the rate of interest, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന തുകയ്ക്ക് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് MEC. ആ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടിയിരുന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഈസ് ടേക്കൺ പ്ലേസ്. നമ്മൾ എന്ത് നടത്തും? ആ ഫേം അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ, ആ ഓൺട്രപ്രണർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്നാണ് ജെയിം കെയ്ൻസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ MEC ഏതിനേക്കാൾ കൂടുതലായിരിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ടേക്കാൾ കൂടുതലായിരിക്കും. ജോർജൻസൺ മോഡൽ പറഞ്ഞെന്താണ്? MPK മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ആര് പറഞ്ഞത്? ജോർജൻസൺ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ. ഇവിടെ എന്താണ് പറഞ്ഞത്? കെയ്ൻസ് പറയുന്നത് MEC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ടേക്കൺ പ്ലേസ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ MEC ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടിയിരിക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം MEC ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുകയില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. ഓക്കെ. ഇനി ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽസ് MEC, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് MEC-യുമായിട്ട് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ the firm is said to possess the optimum stock, capital stock. അപ്പോൾ നോക്കിയേ, if the market rate of interest equals MEC, market rate of interest MEC-യും ഈക്വൽ ആണെങ്കിൽ of the capital assetന്റെ MEC-യും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ the firm is said to possess the optimum capital stock. ഫേമിന്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? ഒപ്റ്റിമം. ദാറ്റ് മീൻസ് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്. അതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക്. ആ ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഏതാണ്? MEC is equal to rate of interest. MEC is equal to rate of interest. ജോർജൻസൺ മോഡൽ എന്താണ് പറഞ്ഞത്? MPK is equal to user cost of capital. അത് അദ്ദേഹത്തിന്റെ വ്യൂ ആണ്. ഇവിടെ എന്താണ്? when MEC is equal to rate of interest, the firm can achieve optimum capital stock, അല്ലെങ്കിൽ firm can achieve maximum profit from the existing stock of capital. നിലവിലുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിൽ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? when MEC equals rate of interest. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇവിടുത്തെ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ഇനി ഡിറ്റർമിനേഷൻ ഓഫ് MEC. എങ്ങനെയാണ് ഈ MEC ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. കെയ്നീഷ്യൻ മോഡൽ അനുസരിച്ച് MEC, നമ്മൾ MEC ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിലേഷൻഷിപ്പ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും അത് നമ്മൾ അറിയണം. MEC എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അതിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ. കെയ്ൻസ് റിലേറ്റ്സ് പ്രോസ്പെക്റ്റീവ് yield a capital asset to its supply price to determine the MEC. നോക്ക്, കെയ്ൻസ് റിലേറ്റ്സ് പ്രോസ്പെക്റ്റീവ് yield a capital asset to its supply price to determine MEC. നോക്ക്, കെയ്ൻസ് രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുകയാണ്. കെയ്ൻസ് റിലേറ്റ്സ് ദ പ്രോസ്പെക്റ്റീവ് yield a capital assets, ഒരു പ്രോസ്പെക്റ്റീവ് yield of a capital asset. നോക്കിയേ, പ്രോസ്പെക്റ്റീവ് yield of a capital asset to its supply price to determine the MEC. അപ്പോൾ MEC ഡിറ്റർമിൻ ചെയ്യുന്നതിന് രണ്ട് ഫാക്ടേഴ്സിനെ തമ്മിൽ കെയ്ൻസ് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? പ്രോസ്പെക്റ്റീവ് yield ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ പ്രോസ്പെക്റ്റീവ് yield, അതും ആരും തമ്മിൽ ടു സപ്ലൈ പ്രൈസ്, ടു ഇറ്റ് സപ്ലൈ പ്രൈസ്, ആ ക്യാപിറ്റലിന്റെ സപ്ലൈ പ്രൈസ് എന്തൊക്കെയാണെന്ന് ഇനി പറയുന്നുണ്ട്. അപ്പോൾ കെയ്ൻസ് ആരെയൊക്കെ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്? ആരെയൊക്കെ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്? പ്രോസ്പെക്റ്റീവ് yield ഓഫ് എ ക്യാപിറ്റൽ, ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ പ്രോസ്പെക്റ്റീവ് yieldനെയും അതുപോലെ പിന്നെ എന്തിനേയും ടു ഇറ്റ് സപ്ലൈ പ്രൈസ്, അതിന്റെ സപ്ലൈ പ്രൈസിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. എന്തിന്? ടു ഡിറ്റർമിൻ ദ MEC ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ MEC ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി കെയ്ൻസ് എന്ത് ചെയ്യുന്നു, ആരൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പ്രോസ്പെക്റ്റീവ് yield ഓഫ് എ ക്യാപിറ്റൽ അസറ്റും അതിന്റെ സപ്ലൈ പ്രൈസും, ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ പ്രോസ്പെക്റ്റീവ് yieldനെയും അതിന്റെ സപ്ലൈ പ്രൈസിനെയും തമ്മിൽ കെയ്ൻസ് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. MEC ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് വിച്ച് മേക്ക് പ്രോസ്പെക്റ്റീവ് yield ജസ്റ്റ് ഈക്വൽ ടു ദ സപ്ലൈ പ്രൈസ്. അപ്പൊ എന്താണ് MEC? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. MEC ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. MEC എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. വിച്ച് മേക്ക് പ്രോസ്പെക്റ്റീവ് yield, ആ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് വിച്ച് മേക്ക് പ്രോസ്പെക്റ്റീവ് yield ജസ്റ്റ് ഈക്വൽ ടു സപ്ലൈ പ്രൈസ്. അപ്പോൾ MEC ഡിറ്റർമിൻ ചെയ്യുന്ന എവിടെയാണ്? MEC ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. MEC എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. വിച്ച് മേക്ക് പ്രോസ്പെക്റ്റീവ് yield ജസ്റ്റ് ഈക്വൽ ടു സപ്ലൈ പ്രൈസ്. അപ്പോൾ പ്രോസ്പെക്റ്റീവ് yield എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അതായത് ഇപ്പോൾ ഒരു മെഷീൻ ആയിക്കോട്ടെ, പുതിയൊരു മെഷീൻ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഉണ്ടാകും. ഇപ്പോൾ 10% റിട്ടേൺ, സെക്കൻഡ് ഇയറിൽ 20%, തേർഡ് ഇയറിൽ 30%, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഉണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. അതാണ് ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ പ്രോസ്പെക്റ്റീവ് yield എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് yield. ഓക്കെ, അതിന്റെ സപ്ലൈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ കോസ്റ്റ് ആണ്, അതിന്റെ ചിലവാണ്. സപ്ലൈ പ്രൈസ് എന്ന് വെച്ചാൽ ആ ക്യാപിറ്റൽ ആകുന്ന ചിലവാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസ്പെക്റ്റീവ് yieldനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ടഡ് റേറ്റിലേക്ക് മാറ്റുന്നു. ഡിസ്കൗണ്ട് റേറ്റിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രോസ്പെക്റ്റീവ് yieldന്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ എടുക്കും. അതിനെയാണ് ഡിസ്കൗണ്ട്, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഓരോ വർഷവും ഇനി അടുത്ത വർഷം 10% റിട്ടേൺ കിട്ടും, അതിൻ്റെ അടുത്ത വർഷം 15% കിട്ടും, അതിൻ്റെ അടുത്ത വർഷം 8% റിട്ടേൺ കിട്ടും. ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഒരു ഇൻവെസ്റ്റർ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും. ഓരോ വർഷവും കിട്ടുന്ന പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഓരോ വർഷവും കിട്ടാൻ പോകുന്ന റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യും. അതിനാണ് പ്രോസ്പെക്റ്റീവ് yield എന്ന് പറയുന്നത്, ഓരോ വർഷവും കിട്ടുന്ന yield. അതിൻ്റെ ആ ഒരു മെഷീൻ്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിനകത്ത് കിട്ടാൻ പോകുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. അതാണ് പ്രോസ്പെക്റ്റീവ് yield. ആ പ്രോസ്പെക്റ്റീവ് yieldനെ അവർ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യും. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റൂ. പ്രസന്റ് വാല്യൂയിലോട്ട്, അതിനെയാണ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസ്പെക്റ്റീവ് yield, അതാണ് ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് പ്രോസ്പെക്റ്റീവ് yield. അത് എന്തിന് തുല്യമായിട്ട് വരുന്നു? ആ സപ്ലൈ പ്രൈസിന് തുല്യമായിട്ട് വരുന്നു. അങ്ങനെ സപ്ലൈ പ്രൈസിന് തുല്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ക്യാപിറ്റലിന്റെ കോസ്റ്റിന് തുല്യമായിട്ട് വരുന്നു. അങ്ങനെ കോസ്റ്റിന് തുല്യമായിട്ട് വരുമ്പോഴാണ് MEC ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് MEC എന്ന് വെച്ചാൽ എന്താണ്?
MEC is the rate of discount which make a prospect yield just equal to supply price. Discount എന്ന് വെച്ചാൽ അതിന്റെ പ്രസന്റ് വാല്യൂ ആണ്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ, വിച്ച് മേക്ക് ആ പ്രസന്റ് വാല്യൂല് പ്രോസ്പെക്ട് ഈൽഡിന്റെ പ്രസന്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ആ വാല്യൂല്, ആ പ്രസന്റ് വാല്യൂല് പ്രോസ്പെക്ട് ഈൽഡ് എന്തിന് തുല്യമായിട്ട് വരുന്നു? സപ്ലൈ പ്രൈസിന് തുല്യമായിട്ട് വരുന്നു. അപ്പോഴാണ് MEC ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത്? JM കെയ്ൻസ് പറയുന്നത്. ഇനി എന്താണ് പ്രോസ്പെക്ട് ഈൽഡ് നോക്കിയേ. ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ന്യൂ ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറിംഗ് ടു ഇറ്റ്സ് ഹോൾ ലൈഫ്. ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ഹോൾ ലൈഫ്, ഞാൻ പറഞ്ഞില്ല 5 വർഷ കാലാവധി ഉണ്ടെങ്കിൽ അതാണ് ആ ക്യാപിറ്റൽ അസറ്റിന്റെ ഒരു മെഷീനറിയുടെ ഹോൾ ലൈഫ് എന്ന് പറയുന്നത്. ആ ഹോൾ ലൈഫിൽ ന്യൂ ക്യാപിറ്റൽ അസറ്റ്, പുതിയ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പുതിയ ക്യാപിറ്റൽ അസറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്. അപ്പോൾ എന്താണ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്? ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ന്യൂ ക്യാപിറ്റൽ അസറ്റ്സ്. ഏത് കാലഘട്ടത്തിൽ? ഡ്യൂറിങ് ഇറ്റ്സ് ഹോൾ ലൈഫ്. അവിടെ ഹോൾ ലൈഫിൽ ആ മെഷീനറി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത്, അതിൻ്റെ മൊത്തം കാലയളവിൽ, അത് എക്സിസ്റ്റ് ചെയ്യുന്ന മൊത്തം കാലയളവിൽ നമ്മൾ മുൻകൂട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത്. സപ്ലൈ പ്രൈസ് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് ന്യൂ അസറ്റ്. പുതിയ മെഷീനറി ആണെങ്കിൽ മെഷീനറി, അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ അത് വാങ്ങാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനാകുന്ന ആ ഓൺട്രപ്രണർക്കായ കോസ്റ്റിനെ പറയുന്ന പേരാണ് സപ്ലൈ പ്രൈസ്. എന്ന് വെച്ചാൽ അതിൻ്റെ ചിലവ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ചിലവ്. ഇതാണ് സപ്ലൈ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഇത് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ പ്രോസ്പെക്റ്റീവ് ഈൽഡും സപ്ലൈ പ്രൈസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് MEC ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ ഡിസ്കൗണ്ട് റേറ്റ് കാണണം. എന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂയിലോട്ട് മാറ്റണം. മനസ്സിലായല്ലോ? ഇതിന്റെ ഇപ്പോഴത്തെ വാല്യൂയിലോട്ട് മാറ്റണം. പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ ഇപ്പോഴത്തെ വാല്യൂയിലോട്ട് മാറ്റണം. അങ്ങനെ ഇപ്പോഴത്തെ കാര്യം സപ്ലൈ പ്രൈസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വാല്യൂ ആണ്, ഇപ്പോഴാണ് നമ്മൾ വാങ്ങുന്നത്, അല്ലേ? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് ന്യൂ അസറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴാകുന്ന കറണ്ട് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ കറണ്ട് വാല്യൂയിലോട്ട് എന്തിനു മാറ്റണം? പ്രോസ്പെക്റ്റീവ് ഈൽഡിനെയും മാറ്റണം. അങ്ങനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയും. അങ്ങനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യുക, അങ്ങനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് MEC ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഹൗ സപ്ലൈ പ്രൈസ് ഈക്വൽസ് ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഈൽഡ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഈൽഡ്. ഹൗ സപ്ലൈ പ്രൈസ് ഈക്വൽസ്, നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഈൽഡ്. ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഈൽഡുമായിട്ട്, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ പ്രസന്റ് വാല്യൂയിലേക്ക് എങ്ങനെയാണ് അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പ്രോസ്പെക്റ്റീവ് ഈൽഡും സപ്ലൈ പ്രൈസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് MEC ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. MEC ഡിറ്റർമിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, നമുക്ക് ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്? പ്രോസ്പെക്റ്റീവ് ഈൽഡിനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റിലോട്ട് മാറ്റണം, പ്രസന്റ് വാല്യൂയിലോട്ട് മാറ്റണം. അതാണ് നമ്മളവിടെ ചോദ്യം. ഹൗ സപ്ലൈ പ്രൈസ് ഈക്വൽസ് ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഈൽഡ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്. ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഈൽഡിനെ പറയുന്ന പേരെന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്. ആ പ്രസന്റ് വാല്യൂ ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡും സപ്ലൈ പ്രൈസും തമ്മിൽ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു? എന്തിനു വേണ്ടിയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ MEC. ഓക്കെ, SP is equal to discount rate of return. SP എന്ന് വെച്ചാൽ സപ്ലൈ പ്രൈസ്. SP എന്താണ്ട്? സപ്ലൈ പ്രൈസ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ. എന്ന് വെച്ചാൽ പ്രോസ്പെക്റ്റീവ് ഈൽഡ് ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്. ഓക്കെ ആണല്ലോ? അതും SP സപ്ലൈ പ്രൈസും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കിയേ. സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ SP ഈസ് ഈക്വൽ ടു R1 by 1 plus R plus R2 by 1 plus R square plus etc plus Rn divided by 1 plus Rn. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ്. സപ്ലൈ പ്രൈസും പ്രോസ്പെക്റ്റീവ് ഈൽഡും തമ്മിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് പ്രോസ്പെക്റ്റീവ് ഈൽഡും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, SP എന്ന് വെച്ചാൽ സപ്ലൈ പ്രൈസ് ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്ന R1, R2 ആൻഡ് Rn. R1, R2 ആൻഡ് Rn എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു പ്ലസ് കൂടിയുണ്ട്. അപ്പോൾ R1, R2, Rn എന്ന് പറഞ്ഞാൽ എന്താണ്ടേ? നോക്കിയേ, R1, R2 ആൻഡ് Rn പ്രോസ്പെക്റ്റീവ് ഈൽഡ് ഫ്രം ദ ക്യാപിറ്റൽ അസറ്റ്സ്. നമ്മുടെ ക്യാപിറ്റൽ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് R1, R2, Rn എന്ന് പറയുന്നത്. ഏതൊക്കെ വർഷങ്ങളിൽ? ഇയേഴ്സ് 1, 2 ആൻഡ് N. നമ്മൾ എന്ത് ഇയർ, നമ്മൾ എത്ര വർഷം എന്ന് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് നമ്മൾ N ഇയേഴ്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ആ N ഇയറിൽ
ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന റിട്ടേണിന് നമ്മൾ R1 എക്സ്പെക്ട് റിട്ടേൺ R1 എന്ന് പറയും. സെക്കൻഡ് ഇയറിലെ റിട്ടേൺ R2 എന്ന് പറയും. കാര്യം എല്ലാ വർഷവും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ സെയിം ആയിരിക്കത്തില്ല. നമ്മളൊരു മെഷീനറി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന റിട്ടേൺ അല്ല, ഫസ്റ്റ് ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അല്ല സെക്കൻഡ് ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ R1 എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. R2 എന്താണ്? സെക്കൻഡ് ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അതുപോലെ Rn എന്ന് വെച്ചാൽ nth ഇയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അതാണ് Rn എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്ന പ്രോസ്പെക്റ്റീവ് ഈൽഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പ്രസന്റ് വാല്യൂയിലോട്ട്, ഡിസ്കൗണ്ട് റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അതിനെന്താണ് ചെയ്തത്? ഈ പ്രസന്റ് ഇത് R1 R1 അതുപോലെ R2 ഇതൊക്കെ എന്താണ്? പ്രോസ്പെക്റ്റീവ് ഈൽഡാണ്. ഓരോ വർഷത്തെയും പ്രോസ്പെക്റ്റീവ് ഈൽഡാണ്. ഇതിനെ നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിലേക്ക് പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1+6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പ്രോസ്പെക്റ്റീവ് ഈൽഡ് കാണുക, അതായത് ഫസ്റ്റ് ഇയറിലെ പ്രോസ്പെക്റ്റീവ് ഈൽഡ് കാണണമെങ്കിൽ 1+6. R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയും. അതിനെന്തുകൊണ്ട് വേണം? 1+6 കൊണ്ട് ഫസ്റ്റ് ഇയറിലെ പ്രസന്റ് വാല്യൂ പ്രോസ്പെക്റ്റീവ് ഈൽഡിനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ പ്രസന്റ് വാല്യൂ കിട്ടണമെങ്കിൽ R1 എന്ന് പറയുന്ന ആദ്യത്തെ വർഷത്തെ പ്രോസ്പെക്റ്റീവ് ഈൽഡിനെ, എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേണിനെ 1+6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി രണ്ടാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ കാണണമെങ്കിൽ R2 എന്ന് പറയുന്ന രണ്ടാമത്തെ വർഷത്തെ പ്രോസ്പെക്റ്റീവ് ഈൽഡിനെ 1+R2 കൊണ്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 1+R² കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഇയർ. ഇങ്ങനെ ഇതാണ് ഈ ഒരു പ്രോസസ് ഇങ്ങനെ പോകും. മൊത്തം 5 വർഷമാണെങ്കിൽ നമ്മൾ എന്ത് വരും? അഞ്ചാമത്തെ വർഷം എങ്ങനെ വരും? R5 ഡിവൈഡഡ് ബൈ 1+R5 എന്ന് വരും. 1+R5 എന്ന് വരും. ഇവിടെ n ആയതുകൊണ്ട് Rn ഡിവൈഡഡ് ബൈ 1+Rn എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ പ്രസന്റ് വാല്യൂ. ആ പ്രസന്റ് വാല്യൂവും സപ്ലൈ പ്രൈസ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നിങ്ങൾ ഓർക്കേണ്ടത്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പ്രസന്റ് വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പ്രോസ്പെക്റ്റീവ് ഈൽഡിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് വിപരീത ബന്ധമാണ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയിരിക്കുകയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ക്യാപിറ്റൽ കുറവായിരിക്കും. അപ്പോൾ അവ തമ്മിൽ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റലും അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, വിപരീത ബന്ധമാണുള്ളത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയിരുന്നാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ആ പോയിന്റ് കൂടി നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. when R is equal to MEC, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും തുല്യമായി വരുമ്പോൾ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ MEC ഡിറ്റർമിൻ ചെയ്ത് പറഞ്ഞല്ലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിൽ the firm reaches the position of optimum stock of capital. ഫേം എന്ത് ചെയ്യുന്നു? ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന പൊസിഷനിൽ എത്തിച്ചേരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, when R is equal to MEC, നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, ജോർജൻസ് മോഡൽ എന്താ പറഞ്ഞത്? MPK is equal to യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ പോയിന്റിലാണ് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അച്ചീവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ മോഡലിൽ കെയ്നീഷ്യൻ മോഡൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ when R is equal to MEC, R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും കൂടി ഈക്വൽ ആകുന്ന പോയിന്റിൽ the firm reaches the position of optimum stock of capital. ഫേം ഏത് പോയിന്റിൽ എത്തും? ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന പൊസിഷനിൽ എത്തും. അപ്പോൾ ഒപ്റ്റിമം സ്റ്റോക്ക്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ആ സ്റ്റോക്ക്, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പൊസിഷൻ എവിടെയാണ്? R is equal to MEC ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയുമാണ് കെയ്നീഷ്യൻ മോഡൽ എന്ന് പറയുന്നത്, കെയ്നീഷ്യൻ മോഡൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മോഡലിലോട്ട് പോവാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് മോഡലാണ് അടുത്തത് പറയുന്നത്. ആക്സിലറേഷൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് മൾട്ടിപ്ലെയർ ആക്സിലേറ്റർ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും ആക്സിലേറ്റർ എന്താണെന്ന്. ഇവിടെ അതുമായി ബന്ധപ്പെട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് തിയറിയാണ് പഠിക്കുന്നത്, ആക്സിലറേഷൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, എന്താണ് ദ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേറ്റർ എന്താണെന്ന് നോക്കാം. നമ്മൾ വണ്ടിയിലേക്ക് ആക്സിലറേറ്റർ അല്ലേ, അതുപോലെയാണ്
അപ്പോൾ അതെന്താണ് വേഗത വർദ്ധിപ്പിക്കാനാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഇവിടുത്തെ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം വിൽ റിക്വയർ എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പോൾ എന്താണ് ആക്സിലറേറ്റർ തിയറിയിൽ പറയുന്നത്? എന്താണ്ട് ദ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് an increase in the rate of output of a firm, an increase in the rate of output of a firm, അതായത് ഒരു ഫേമിന്റെ റേറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വർധനവ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വർധനവ് റിക്വയേഴ്സ് ആവശ്യമാണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിന്? എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്കിൽ ആ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഉണ്ടാകണമെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കണം എന്ന് വെച്ചാൽ അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ഇൻകം, ഔട്ട്പുട്ടിൻ്റെ മണി വാല്യൂ ഇൻകം എന്ന് പറയുന്നത്, ഇൻകം വർദ്ധിക്കുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ക്യാപിറ്റൽ സ്റ്റോക്കും വർദ്ധിക്കുന്നത് എന്നാണ് ആക്സിലറേഷൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം വിൽ റിക്വയർ എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഉണ്ടാകണമെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ആനുപാതിക മാറ്റം ഉണ്ടാകണമെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാകണം? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്ന എന്തിലുള്ള ചേഞ്ച് മൂലമാണ്? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലമാണ്, അല്ലെങ്കിൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലമാണെന്നാണ് ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്താണ് ആക്സിലറേറ്റർ? ആദ്യം നമുക്ക് നോക്കാം എന്താണ് ആക്സിലറേറ്റർ. നോക്കി, അക്കോർഡിംഗ് ടു ഹിഗ്സ്, നമ്മൾ JR ഹിഗ്സ്, നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൊക്കെ പഠിച്ചിട്ടുണ്ട് JR ഹിഗ്സ്. അക്കോർഡിംഗ് ടു ഹിഗ്സിന്റെ അഭിപ്രായത്തിൽ ആക്സിലറേറ്റർ ഈസ് ദ റേഷ്യോ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം ഓർ ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് JR ഹിഗ്സിന്റെ അഭിപ്രായത്തിൽ? അക്കോർഡിംഗ് ടു ഹിഗ്സ്, ആക്സിലറേറ്റർ ഈസ് ദ റേഷ്യോ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം ഓർ ഔട്ട്പുട്ട്. അതായത് ഇൻകത്തിലോ ഔട്ട്പുട്ടിലോ ഉണ്ടാകുന്ന ചേഞ്ചിന് ആനുപാതികമായിട്ട് എവിടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറയുന്ന പേരാണ് ആക്സിലറേറ്റർ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹിഗ്സ് ആക്സിലറേറ്റർ എന്ന് വിളിച്ചത്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ ഒരു 10% വർധന ഉണ്ടായപ്പോൾ എത്ര പെർസെൻറ്റേജ് കണ്ട് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചു, അല്ലെങ്കിൽ എത്ര ടൈംസ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചു, ആ തവണയ്ക്ക് പറയുന്ന പേരാണ്, ആ ടൈംസിന് പറയുന്ന പേരാണ് ആക്സിലറേറ്റർ. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? ഹിഗ്സ് ആണ്. ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരുടേതാണ്? JR ഹിഗ്സ് ആണ്. അപ്പോൾ ഒരു പേര് കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. ഹിഗ്സ് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആക്സിലറേറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സാമുവൽസനും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാമുവൽസൺ ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ ആരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്? സാമുവൽസനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇൻകം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആക്സിലറേറ്റർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കൺസംഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചേഞ്ച് ഇൻ കൺസംഷൻ. കാരണം കൺസംഷൻ ഉണ്ടാകുന്ന എന്താണ്? ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴല്ലേ കൺസംഷൻ ഉണ്ടാകുന്നത്. അതും വന്നു നിൽക്കുന്ന ഈ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇവിടെ ഡയറക്ട്ലി എന്താണ് ഇൻകത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നാണ് ഹിഗ്സ് പറഞ്ഞത്. എങ്കിൽ സാമുവൽസൺ പറഞ്ഞ എന്താണ്? ഏതിലുണ്ടാകുന്ന ചേഞ്ച് മൂലമാണ്? പിന്നെ കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്. കൺസംഷൻ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? ഇൻകം ചേഞ്ച് ചെയ്യണം. അപ്പോൾ രണ്ടും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആക്സിലറേറ്റർ ആരൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഹിഗ്സും സാമുവൽസനും. ഈ രണ്ട് പേരുമായിട്ട് ചേർന്ന് വരുന്നതാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, V is equal to, ഹിഗ്സ് പറഞ്ഞതാണ്, V is equal to delta I divided by delta Y. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഹിഗ്സിന്റെ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത് കേട്ടോ. V is equal to delta I divided by delta Y. Delta I എന്താണെന്ന് അറിയാലോ? ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ഇൻകം, ഓർ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ കെ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ, ചേഞ്ച് ഇൻ ക്യാപിറ്റലും ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാണ്. ഡെൽറ്റ കെ ബൈ ഡെൽറ്റ വൈ. ഇതാണ് ആക്സിലറേറ്ററിന്റെ, വി എന്ന് വെച്ചാൽ ആക്സിലറേറ്റർ. ആക്സിലറേറ്ററിന്റെ ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ, അല്ലെങ്കിൽ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ വൈ. ഇത് നോക്ക്, ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ കെ സ്റ്റാർ. ആക്സിലറേറ്റർ പ്രിൻസിപ്പളിൽ ഹിഗ്സ് കൊടുത്തതാണ് കെ സ്റ്റാർ, ഒപ്റ്റിമം സ്റ്റോക്ക്. നമുക്ക് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് വേണ്ടത്. മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്റ്റോക്കിനെയാണ് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതിന് ഡിനോട്ട് ചെയ്യുന്ന കെ സ്റ്റാർ. ഇതെങ്ങനെ കിട്ടും? കെ സ്റ്റാർ ടി ഇസ് ഈക്വൽ ടു വി വൈ ടി അല്ലേ? എന്താണ് കെ സ്റ്റാർ ടി? ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ പീരീഡ് ടി. ടി എന്ന പീരീഡിൽ ഉള്ള ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ടി എന്ന പീരീഡിലുള്ള ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് കെ സ്റ്റാർ ടി എന്ന് പറയുന്നത്. അതെന്തിനു തുല്യമാണ്? വി വൈ ടിക്ക് തുല്യമാണ്. വി എന്താണ്? ആക്സിലറേറ്റർ.
വൈ ടി എന്താണ്? ഔട്ട്പുട്ട് ഇൻ പീരീഡ് ടി. ഔട്ട്പുട്ട് ഇൻ പീരീഡ് ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടി എന്ന പീരീഡിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 crore ആണെന്ന് വെച്ചോ. 50 crore 50 കോടിയാണ് ടി എന്ന പീരീഡിലെ ഔട്ട്പുട്ട്. അവിടുത്തെ ആക്സലറേറ്റർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആക്സലറേറ്റർ എന്ന് പറയുന്നത് V = 2 ആണ്. V = 2. ഇവിടെ നമ്മൾ വൈ ടി ആണെന്ന് പറഞ്ഞത്. വൈ ടി = 50 crore. V ആക്സലറേറ്റർ 2 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 × 2. 50 × 2 അല്ലെങ്കിൽ 2 × 50 ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 100 ആണ് ഇവിടുത്തെ K സ്റ്റാർ എന്ന് പറയുന്നത്. K സ്റ്റാർ ടി എത്രയായിരിക്കും? 100. അടുത്ത വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഫർദർ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും? 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. കാരണം ആക്സിലേറ്റർ ഇവിടെ എത്രയാണ്? 2 ആണ്. അതുപോലെ 50 crore ആണ് ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അവിടുത്തെ മൊത്തം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എത്രയായിരിക്കും? 100 crore ആയിരിക്കും. അതായത് വി കൊണ്ട് എന്ത്? ഇൻകത്തെ ടോട്ടൽ ഔട്ട്പുട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ലഭിക്കും. ഓക്കെ. എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ലീഡ് ടു എ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്. അദ്ദേഹം പറയുകയാണ്, എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഏതൊരു ചേഞ്ചും വിൽ ലീഡ് ടു ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്ത് ചേഞ്ച് വരുത്തും അല്ലേ? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഏതൊരു വർധനവും ക്യാപിറ്റൽ സ്റ്റോക്കിൽ വർധന. കാരണം എന്താണ്? പ്രൊഡ്യൂസേഴ്സിന് ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് അല്ലേ? ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ വീണ്ടും അല്ലേ കൺസംഷൻ ഉണ്ടാകും. ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ എന്താണ്? അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ കൺസംഷൻ ഉണ്ടാകും, കൂടുതൽ ഇൻകം ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കും. അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇനി നോക്ക്, ഇവിടെ അദ്ദേഹം മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇക്കോണമിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക്. കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ V × വൈ ടി അല്ലേ നമുക്ക് കിട്ടിയത്? V × വൈ ടി ആണെന്ന് കിട്ടിയത്. കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക് മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക്. കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്കിൽ നിന്നും പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കും. അപ്പോൾ ഈ ആക്സിലേറ്റർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇക്കോണമിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക് മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഈ ഇക്വേഷൻ പഠിക്കണം. കറണ്ട് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്കിൽ നിന്നും പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറച്ചാൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെന്നാണ് ഹിഗ്സ് പറയുന്നത്. ഇനി നെറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. നെറ്റ് ഇൻവെസ്റ്റ്മെന്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ചാർജസ്. കാരണം മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ വെയർ ആൻഡ് ടെയർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. എവിടെ? നാഷണൽ ഇൻകം അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ കൂടി ആഡ് ചെയ്താൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്തായി മാറും? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്ത രണ്ട് കോൺസെപ്റ്റുകൾ പഠിച്ചു, നെറ്റ് ഇൻവെസ്റ്റ്മെന്റും ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും. ഓക്കെ. ഇനി ഈ തിയറിയുടെ ചില അസംഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ആബ്സെൻസ് ഓഫ് എക്സസ് കപ്പാസിറ്റി ഇൻ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി. ഒന്നാമത്തെ അസംഷൻ ആണ് ആബ്സെൻസ് ഓഫ് എക്സസ് കപ്പാസിറ്റി ഇൻ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രിയിൽ എന്ത്? എക്സസ് കപ്പാസിറ്റി, അധിക കപ്പാസിറ്റി ഉണ്ടാകുന്നില്ല. ആബ്സെൻസ് ഓഫ് എക്സസ് കപ്പാസിറ്റി ഇൻ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രോഡക്ട്സ് അല്ലേ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രി. അവിടെ എന്ത്? എക്സസ് കപ്പാസിറ്റി, അധിക കപ്പാസിറ്റി ഇല്ല. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രിക്ക് എക്സസ് കപ്പാസിറ്റി ഇല്ല, നോർമൽ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പോൾ ആക്സിലേറ്റർ പ്രിൻസിപ്പിൾ പറയുന്നത് ക്യാപിറ്റലും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ കാര്യം ഔട്ട്പുട്ടുള്ള ചേഞ്ചിനനുസരിച്ചാണ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു അസംഷൻ. ഇനി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഈസ് അസ്യൂംഡ് ടു ബി പെർമനന്റ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവ് പെർമനന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഡിമാൻഡിലുള്ള വർധനവ് എന്താണ്? പെർമനന്റ് ആണ്, സ്ഥിരമാണെന്ന് അസ്യൂം ചെയ്യപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്ക്. ക്യാപിറ്റൽ ഗുഡ്സ് ആർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ. ക്യാപിറ്റൽ ഗുഡ്സിനെ എന്താകാൻ പറ്റും? പെർഫെക്റ്റ്ലി ഡിവിസിബിൾ. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, വിഭജിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് ആർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് മൂലധന വസ്തുക്കൾ, മെഷീനറിയൊക്കെ നമുക്ക് എന്താണ്? പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്, വിഭജിക്കാൻ പറ്റുമെന്നാണ് അസ്യൂം ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിൽഡിംഗ് ചെറിയ തോതിൽ വയ്ക്കാം, വലിയ ബിൽഡിംഗ് വയ്ക്കാം അല്ലേ? അതാണ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ എന്ന് പറയുന്നത്, വിഭജിക്കാൻ കഴിയും. ഓക്കെ.
അപ്പോൾ ഇത്രയുമാണ് ആക്സലറേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? 2 തിയറീസ് ഡിസ്കസ് ചെയ്തു. കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ആക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഡിസ്കസ് ചെയ്തു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത പഠിക്കുന്നത് കുറച്ച് MCQ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ലീഡ്സ് ടു. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ലീഡ്സ് ടു. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തിലേക്ക് നയിക്കുന്നു? ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ MEC, ഓപ്ഷൻ ബി ഡിക്രീസ് ഇൻ MEC, ഓപ്ഷൻ സി കോൺസ്റ്റന്റ് MEC, നൺ ഓഫ് ദി അബോവ്. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്, ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വർധനവ് എന്തിലേക്ക് നയിക്കും? ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? MEC ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? കോൺസ്റ്റന്റ് MEC ആണോ നൺ ഓഫ് ദി അബോവ് ആണോ? എന്ത് ചെയ്യും? ക്യാപിറ്റൽ സ്റ്റോക്ക് നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിച്ചാൽ എന്തിലേക്ക് ലീഡ് ചെയ്യും? ഡിക്രീസ് ഇൻ MEC. ഡിക്രീസ് ഇൻ MEC. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത നോക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് MEC ആർ. ഇൻട്രസ്റ്റ് റേറ്റ് MECയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്? ഡയറക്ട്ലി റിലേറ്റഡ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ്, നോ റിലേഷൻ, എ ആൻഡ് ബി ആർ പോസിബിൾ. എന്താണ് MEC? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആണെങ്കിൽ MEC കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ MEC കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ MEC കുറവായിരിക്കും. അപ്പോൾ എന്ത് റിലേഷനാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഓപ്ഷൻ ബി. ഇൻട്രസ്റ്റ് റേറ്റ് MECയും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. നെക്സ്റ്റ് നോക്ക്, അക്കോർഡിംഗ് ടു കെയ്ൻസ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് എക്സ്പെക്റ്റഡ്. മാർജിനൽ എഫിഷ്യൻസി MEC എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണോ? പ്രോഫിറ്റ് ഫ്രം റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? പ്രോഫിറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഇരിക്കുകയാണ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നോക്കിയെന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അക്കോർഡിംഗ് ടു കെയ്ൻസ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ നിന്നുണ്ടാകുന്ന എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണോ? പ്രോഫിറ്റ് ഫ്രം റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? പ്രോഫിറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? അതോ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ്. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ്. റിയൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുണ്ടാകുന്ന എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്തെന്ന് പറയുന്നത്? കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ MEC എന്ന്. അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ്. ഓൺ റിയൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നല്ല, റിയൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുണ്ടാകുന്ന എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അടുത്ത നോക്ക്, A firm makes optimum capital stock at a firm makes optimum stock of capital. Optimum stock of capital make ചെയ്യുന്ന എവിടെയാണ്? കെയ്നീഷ്യൻ മോഡലിൽ when R greater than MEC, when R is equal to MEC, when R less than MEC, none of the above. എവിടെയാണ്? ആൻസർ കിട്ടിക്കാണുമല്ലോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. R is equal to MEC. R is equal to MEC. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Which of the following is a key assumption of the accelerator theory of investment? Accelerator theory of investment അനുസരിച്ച് അതിന്റെ പ്രധാനപ്പെട്ട അസംഷൻ ഏതാണ്? ഏറ്റവും കീ അസംഷൻ ഏതാണ്? ഓപ്ഷൻ എ വേരിയബിൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ. നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പോൾ ആക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കും? ഫിക്സഡ് ആണ്. ക്യാപിറ്റലും ഔട്ട്പുട്ടും തമ്മിലുള്ള അനുപാതം ഫിക്സഡ് ആണ്. അടുത്ത നോക്ക്, അക്കോർഡിംഗ് ടു ആക്സലറേറ്റർ തിയറി ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ലീഡ്സ് ടു. ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവ് എന്തിലേക്ക് നയിക്കുന്നു? ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, എ സ്മോൾ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, നോ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. എന്തായിരിക്കും ആൻസർ? ഡിമാൻഡിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്ന ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് ഔട്ട്പുട്ടും ഇൻവെസ്റ്റ്മെന്റുമാണ് ആക്സലറേറ്റർ തിയറിയിൽ പഠിച്ച. ഡിമാൻഡിന്റെ കാര്യം അവിടെ പ്രതിപാദിക്കില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ, ഇൻകം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. അതിനനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ല, സ്മോൾ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ല, എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ആക്സലറേറ്റർ തിയറി സജസ്റ്റ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡ്രിവൺ ബൈ. ആക്സലറേറ്റർ തിയറിയിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡ്രിവൺ ബൈ, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന എന്തിന്റെ ഫലമായിട്ടാണ്? ഓപ്ഷൻ എ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? അല്ല. ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്, ചേഞ്ചസ് ഇൻ വേജസ്,
ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ്. ഏതാണ്ട് ആക്സിലറേറ്റർ തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ച എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. എന്തിലുള്ള ചേഞ്ച് ആണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is a consequence of the accelerator theory? ആക്സിലറേറ്റർ തിയറി അനുസരിച്ചുള്ള അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതിന്റെ പ്രത്യാഘാതം എന്താണ്? ആക്സിലറേറ്റർ തിയറിയുടെ കോൺസിക്വൻസ് സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ, വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ, IRS ആണോ, DRS? IRS എന്ന് വെച്ചാൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, DRS ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ. ഇതൊക്കെ മൈക്രോയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആക്സിലറേറ്റർ തിയറി അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ, വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? അത് മാത്രം നോക്കുക. എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഈ വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കുക, ആക്സിലറേറ്റർ തിയറി അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ചസ് വന്നു. കാര്യം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഔട്ട്പുട്ട് കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേബിൾ അല്ല, വോളറ്റൈൽ ആണ്. ഇൻവെസ്റ്റ്മെന്റിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. അങ്ങനെ ഫ്രീക്വന്റ് ചേഞ്ചസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ആക്സിലറേറ്റർ തിയറി അനുസരിച്ച് ഓർക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക, ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? വോളറ്റൈൽ ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. Accelerator theory is useful for explaining long-term economic growth, business cycle fluctuation, fiscal policy effects, all of the above. നാല് ചോദിക്കുക, ആക്സിലറേറ്റർ തിയറി ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലെയിനിങ്. ആക്സിലറേറ്റർ തിയറി എന്തിന് യൂസ്ഫുൾ ആണ്? എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ആക്സിലറേറ്റർ തിയറിയിൽ പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആണ്, അല്ലേ? കാരണം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ഔട്ട്പുട്ട് ഉണ്ടാകും, അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും ഔട്ട്പുട്ടും, വീണ്ടും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കൂടുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പോൾ നമ്മൾ ഇക്കോണമിയിലേക്ക് എന്തൊരു ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിക്കും. അത് നമ്മൾ പറയും ബൂം എന്ന് പറയും. അതേസമയത്ത് എന്താണ്? ഇൻകം കുറയുമ്പോൾ, ഔട്ട്പുട്ട് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അങ്ങനെ കുറഞ്ഞ് നമ്മളൊരു ഡിപ്രഷൻ ലെവലിലേക്ക്, റിപ്രഷനിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ഇക്കോണമിയിലെ എല്ലാ സ്റ്റേജസിലൂടെയും ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ കടന്നു പോകുന്നു. കാരണം ഔട്ട്പുട്ട് കൂടുന്ന കാര്യം മാത്രമല്ല, ഔട്ട്പുട്ട് കുറയുന്ന കാര്യവും പറയുന്നു. ഔട്ട്പുട്ട് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും, അതിനനുസരിച്ച് ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാകും. ഇനി ഔട്ട്പുട്ട് കുറയുമ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കുറയും, ഇക്കോണമി ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അവിടെ ഗ്രോത്തും ഡിപ്രഷനും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഗ്രോത്തും ഡിപ്രഷനും ഉണ്ടാകുന്ന ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് പറയുന്ന പേര് എന്താണ്? ഒരു ഇക്കണോമിക് സർക്കിൾ ആണത്. അതിനെ പറയുന്ന പേര് എന്താണ്? ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. അതായത് ഇക്കോണമി ചില അവസരങ്ങളിൽ ബൂം എന്ന് പറയുന്ന പ്രോസ്പെറസ് ആയ സ്റ്റേജിലേക്ക് പോകും, പിന്നെ റിസഷൻ, മാന്ദ്യമുണ്ടാകും, പിന്നെ ഡിപ്രഷനിലേക്ക് വരും, പിന്നെ വീണ്ടും അത് ഓവർകം ചെയ്ത് റിക്കവറി, വീണ്ടും ബൂമിലേക്ക് പോകും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് നമുക്ക് ഏതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? ആക്സിലറേറ്റർ തിയറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആക്സിലറേറ്റർ തിയറി ഈസ് യൂസ്ഫുൾ ഫോർ, അതിന്റെ ഇംപ്ലിക്കേഷൻ ആണ് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും? ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് തിയറിയും അതുപോലെ ആക്സിലറേഷൻ ഇൻവെസ്റ്റ്മെന്റ് തിയറിയുമാണ് പഠിച്ചത്. അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് കമ്പയർ ചെയ്യുക, അതുപോലെ കൺസംഷൻ തിയറീസ് കമ്പയർ ചെയ്ത് പഠിക്കുക, ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അല്ലാതെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ പാടാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.